അടുത്തൊരു ഡീസൽ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, കാരിയർ നോക്കിയേ. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ, ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബേപ്പൂര് പുളിമൂട്ടിലാണ്. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്, ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടെ വന്നത് എൻ്റെ സ്വന്തക്കാരുടെ വീട്ടിലാണ്. ഞാനും എൻ്റെ ഫാമിലിയും ചെറിയൊരു ടൂറ് എന്ന നിലയിൽ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ കോഴിക്കോടൻ രീതിയിലുള്ള ഓട്ടോയുടെ ബോഡി വർക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് കോഴിക്കോടൻ രീതിയിൽ ഓട്ടോ പണിതിരിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ എറണാകുളത്തും കോഴിക്കോടും തമ്മിലുള്ള ഓട്ടോയുടെ ബോഡി വർക്കിന് വളരെ വ്യത്യാസമുണ്ട്. എനിക്ക് ഇവിടുത്തെ ഓട്ടോയുടെ ബോഡി വർക്കൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തരാം. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പൊന്നെ, വരുന്ന വഴിക്ക് കണ്ടൊരു ഓട്ടോ ഉണ്ടാ, പാജിയോ ആപ്പേ. കണ്ടപ്പോൾ തന്നെ വീഡിയോ എടുത്ത ബാക്കിലെ ലുക്ക് നോക്കിയേ, ലാഡറൊക്കെ വെച്ചിട്ട് അടിപൊളി ലുക്ക് കിട്ടും, ഒന്നും പറയാനില്ല, വടക്കൻ ലുക്ക്. ഇത് അടുത്തൊരു കിടുക്കാച്ചി സാധനം പോകണമെങ്കിൽ ബജാജ് കോമ്പാക്റ്റിൻ്റെ ചാട്ടുളി പോലെ പായണ്ടാ. നമുക്ക് ഈ രണ്ട് ഓട്ടോയുടെയും ഫ്രണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എന്താ പോക്ക്. ഞാനൊന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തലങ്ങും വിലങ്ങും പടക്കുതിര പായുന്നത് പോലെയാണ്ടാ ഓട്ടോകൾ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു ഇത് കാണാൻ. ഇതാ വരുന്ന ഒരു ആപ്പേ സീറ്റ്, നല്ല ബിഡലാണ്ട് പറഞ്ഞോ ഡ്രൈവർ. അതുപോലെ ഒരു ഓട്ടോ, നല്ല കിടുക്കാച്ചി ഭംഗിയുള്ള ഒരു ഓട്ടോ. ബാക്ക് നോക്കി അതിൻ്റെ എന്ത് രസമാണ് നോക്കി. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കിടുക്കാച്ചി വടക്കൻ ലുക്കുമായി ബജാജ് എക്സ്വൈഡ് CNG ഓട്ടോ സ്റ്റാൻഡിലേക്ക് വന്നത്. എന്നാൽ പിന്നെ നമുക്ക് ഓട്ടോ ഡ്രൈവറെയും വണ്ടിയെയും ഒന്ന് പരിചയപ്പെടാം. ഓട്ടോ സ്റ്റാൻഡ് പറമ്പിൽ കടവ്, കോഴിക്കോട്. അസൻ്റെ ഓട്ടോയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഓട്ടോകൾ ഭംഗിയാക്കുന്നതിൻ്റെ ഭാഗമായി സ്റ്റീലിൻ്റെ വർക്കുകളാണ് അധികവും ചെയ്തിരിക്കുന്നത്. ബമ്പറൊക്കെ കണ്ട സ്റ്റീലാണ്. ബാക്ക് പടുത ഡിക്കിയുടെ രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. ഡോർ വെച്ചാണ്. ഉള്ളിലെ അപ്പോൾസറി ആണെങ്കിലും നല്ല വൃത്തിയിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ട, നല്ല അടിപൊളിയാണ്. തട്ട് അപ്പോൾസറിയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാക്ക് സീറ്റിന് 3 ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അടിപൊളി സെറ്റപ്പ്. എത്ര പണിയത്? എത്ര ചെലവായിട്ടുണ്ട്? ഇത് 47 ഫുൾ ബോഡി വർക്ക് അല്ലേ? അത് സ്റ്റീലിന്റെ വർക്കാണ്, നല്ല അടിപൊളിയായിട്ട് ചെയ്തതാണ്. എത്ര ആളായി എടുത്തിട്ട്? ഒരു 5-5.5 മാസമായി. 5.5 മാസം അല്ലേ? അല്ലേ? ഗ്ലാസ് ഒന്നാക്കിയേ. അടിപൊളി. അതെന്തിനാത്? ഗ്യാസ് അടിക്കുമ്പോ തടസ്സമില്ലാതിരിക്കാൻ അല്ലേ? പിന്നെ ഇവിടെ ബമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി ബമ്പറാണ്. ഉള്ളിലേക്ക് വരികയാണെങ്കിൽ കണ്ട, ഉള്ളിലെ സീറ്റിന്റെ വർക്ക് നോക്കിയേ. കമ്പനി സീറ്റില് ഹെഡ് റെസ്റ്റ് ഒക്കെ ചെയ്ത് വെക്കണേ അല്ലേ? 3 കമ്പനി സീറ്റിന് 3 ചാരി കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീറ്റ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ വർക്ക് കണ്ട. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് അപ്പോൾസറി വർക്ക്. സംഭവം നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഫേമസ് ഗ്രില്ലിൻ്റെ വർക്കാണ് കണ്ട. ഗ്രില്ല് വർക്ക് ചെയ്തിട്ടുണ്ട്. വാട്ടർ ചാനലൊക്കെ സ്റ്റീലാണ് കൊടുത്തതാണ്, സ്റ്റീലിൻ്റെ വാട്ടർ ചാനൽ. സൈഡ് മിറർ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ വർക്ക് ചെയ്തിട്ട് അതിമേ കൊടുത്തതാണ് സൈഡ് മിറർ. അടുത്തൊരു ഡീസൽ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ,
കാരിയർ നോക്കി യൂട്യൂബ് ചാനൽ സീറ്റിന്റെ വർക്കാണ് കാണുന്നത്. സുമോയുടെ ബാക്ക് ലൈറ്റ് കൊടുത്താണ് കേട്ടോ. ഇത് കുറച്ച് പഴക്കമുള്ള ഓട്ടോറിക്ഷയാണ്. കണ്ട, ഇതിനും സ്റ്റീലിൻ്റെ വർക്കാണ് അധികവും ചെയ്തിരിക്കുന്നത്. കണ്ട, മൊത്തത്തിലൊരു കോഴിക്കോടൻ ലുക്കാണ് ഓട്ടോ. എങ്ങനെയുണ്ട് നോക്കിയേ, കോഴിക്കോടൻ ലുക്ക്. ഈ കാണുന്നത് കണ്ണാടിക്കൽ ഓട്ടോ സ്റ്റാൻഡ്, കോഴിക്കോട്, മഹേന്ദ്ര ആൽഫ. ഇതിനധികം പണികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, നോർമൽ വർക്കാണ്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എറണാകുളത്ത്. ഇതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആൽഫ CNG ഓട്ടോ കേട്ടോ. ഇത് അടിപൊളി ലുക്കിലാണ് ചെയ്തിരിക്കുന്നത്. വാട്ടർ ചാനൽ നോക്കിയ സ്റ്റീലിൻ്റെ തന്നെയാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതും ഹോൺ ചെയ്തിട്ടുണ്ട്, ഹോൺ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റൊക്കെ നോർമൽ വർക്കാണ്. കണ്ട, ഗ്രില്ലിൻ്റെ വർക്കാണ് അധികം വന്നിരിക്കുന്നത്, സ്റ്റീൽ ഗ്രില്ല്. എന്തായാലും ഇത് പുതിയ ഓട്ടോ ആണ്, തട്ടോപ്പോൾസറിയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ കൊണ്ടുള്ള ഗ്രില്ലിൻ്റെ വർക്കുകളും വാട്ടർ ചാനലുകളുമാണ് കോഴിക്കോടൻ ഓട്ടോകളെ കൂടുതൽ ഭംഗിയാക്കുന്നത്. ആൽഫ DX CNG ഓട്ടോ. എൻ്റെ പൊന്നെ, ബജാജ് കോമ്പാക്റ്റ് കിടുക്കാച്ചി ഓട്ടോ കിടക്കണ നോക്കിയേ, ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great. I don't wanna go to work cause my boss is a jerk and I'm not even that paid. I need a change in my life cause I don't feel alive and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got dreams, we all want things, but what you gonna do for it, how you gonna move for it, what you gonna be, and do you believe you can do anything, but what you gonna do for it, how you gonna move for it, what you gonna be. വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കണ്ട ആപ്പെ പാജിയോ CNG ഓട്ടോ 300 cc ബ്ലാക്ക് വുഡാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലൊരു ബമ്പർ കൊടുത്തിട്ടുണ്ട്, അതുമാ ഹോൺ റൂട്ട്സിൻ്റെ ഹോണാണ് കേട്ടോ കൊടുത്തേക്കണ. അതുപോലെ ഇതിനും സ്റ്റീലിൻ്റെ വർക്കാണ് അധികം ചെയ്തിരിക്കുന്നത്. പുള്ളി സവാരിയിലാണ്, ഞങ്ങളിവിടെ ഓട്ടത്തിൽ എന്ന് പറയും. നല്ല അടിപൊളി ലുക്കിലാണ് പണിതിരിക്കുന്നത്. നോക്കിയേ, നല്ല അടിപൊളി കോഴിക്കോടൻ മൊഞ്ചൻ എന്നു തന്നെ പറയാം. പേരെന്താണ്? ഓക്കെ. കോഴിക്കോടൻ മൊഞ്ചുള്ള ഓട്ടോകളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.